അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ജസ്റ്റ് ഹലോ വേൾഡ് പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസിൻ്റെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പ്രസ് ഡോട്ട് JSON എന്ന് പറഞ്ഞിട്ടൊരു മിഡിൽ വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നു, നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈ സാധനം വേണം. എന്നാൽ മാത്രം നമുക്ക് പോസ്റ്റിൻ്റെ അകത്ത് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് കൊടുത്ത് വെച്ചാണ്. ഓക്കെ, നമുക്ക് സെർവർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് വരും. നമ്മൾ സാധാരണ സാധനമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു റൗട്ട് ഉണ്ടല്ലോ, അതായത് ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് വരും. അതിന് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒതൻറ്റിക്കേഷൻ ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒതൻറ്റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്ക് എൻഡിൽ ചിലപ്പം ചില റൗട്ടുകൾ അല്ലെങ്കിൽ ചില എൻഡ് പോയിന്റുകൾ ഇങ്ങനെ ഡയറക്റ്റ് ആക്സസ് കൊടുക്കാൻ പറ്റാത്ത എൻഡ് പോയിന്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂസർ അയാളുടെ പ്രൊഫൈൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു എൻഡ് പോയിന്റ് ആണെന്ന് വിചാരിച്ചു. അത് ലോഗിൻ ചെയ്ത ഒരു യൂസർക്ക് ആ യൂസറിൻ്റെ പ്രൊഫൈൽ കിട്ടാനുള്ള എൻഡ് പോയിന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സപ്പിൽ നമ്മളെ പ്രൊഫൈൽ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ പേരും നമ്മൾ പ്രൊഫൈൽ പിക്ചറൊക്കെ അവിടെ കാണിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ പേരും എൻ്റെ പ്രൊഫൈൽ പിക്ചർ ആകാറുണ്ട്. വേറൊരാൾ തുറന്നു കഴിഞ്ഞാൽ അയാളുടെ പേരും അയാളുടെ പ്രൊഫൈൽ പിക്ചർ ആകാറുണ്ട്. അതായത് യൂസറിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ലോഗിൻ ചെയ്യാത്ത ഒരാൾക്ക് പ്രൊഫൈൽ കിട്ടാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതായത് ചില റൗട്ടുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പ്രൊട്ടക്റ്റഡ് റൗട്ടുകൾ എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് എൻഡ് പോയിന്റുകൾ എന്നൊക്കെ വിളിക്കും. അതായത് നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റാത്ത ടൈപ്പ് എൻഡ് പോയിന്റുകൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള എൻഡ് പോയിന്റുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ലോഗിൻ ചെയ്ത യൂസറിന് മാത്രമേ അത് കാണാൻ പാടുള്ളൂ. ഓക്കെ, അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളുണ്ട്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള മെത്തഡാണ്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ JSON വെബ് ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള മെത്തഡാണ്. അപ്പോൾ മെത്തഡ് എന്താണെന്നൊന്നും ഇപ്പോൾ ആലോചിക്കേ വേണ്ട, നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, എന്നിട്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രോജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് NPM ഒന്ന് ഡേവ് കൊടുത്തിട്ട് നമുക്ക് പ്രോജക്റ്റ് റൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ തണ്ടർ ക്ലൈൻറ്റ് തുറന്നിട്ട് ന്യൂ റിക്വസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ ഒന്ന് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, HTTP ആണ്. ഹലോ വേൾഡ് വന്നിട്ടുണ്ട്, സംഭവം വർക്ക് ആവുന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ സാമ്പിൾ പ്രോജക്റ്റ്. നമുക്കിനി വേണ്ട എന്താ വെച്ചാൽ നമുക്കൊരു പുതിയ റൗട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പം റൗട്ട് ഉണ്ടാക്കുക എങ്ങനെ? ആപ്പ് ഡോട്ട് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങളൊരു ഗെറ്റ് റൗട്ട് ഉണ്ടാക്കുന്ന വിചാരിച്ചു. എന്നിട്ട് ഞാനത് പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് റിക്വസ്റ്റും റെസ്പോൺസും പേര് ഞാൻ പ്രൊട്ടക്റ്റഡ് എന്ന് മാറ്റിയിട്ട് പ്രൊഫൈൽ എന്നാക്കാം കേട്ടോ. ആക്കി എന്തിനാന്ന് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ പ്രൊഫൈലിന് കൊടുക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പ്രൊഫൈലിൽ നിന്നുള്ള ഒരു എൻഡ് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫൈലിൽ നിന്നുള്ള ടെക്സ്റ്റ് വരും. നമ്മളിവിടെ വന്നിട്ട് /പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ഒക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ എൻഡ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം എല്ലാവർക്കും ആക്സസ് കൊടുക്കരുത്. ഇപ്പോൾ ലോഗിൻ ചെയ്ത യൂസറിന് മാത്രം ആക്സസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഗിൻ ചെയ്യണം, അത് യൂസർ വേണ്ടേ? യൂസർ വേണമെങ്കിൽ ഒരു ഡാറ്റാബേസ് വേണ്ടേ? അപ്പോൾ നമ്മളിവിടെ തൽക്കാലത്തേക്ക് നമ്മളതിൽ ഡാറ്റാബേസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി ഒന്നുകൂടെ സെറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു യൂസേഴ്സ് എന്നുള്ള ഒരു അറേ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഒരു യൂസറിന് തൽക്കാലത്തേക്ക് ഹാർഡ് കോഡ് ചെയ്ത് വെക്കാം. അത് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യുക, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ യൂസറിന് ഒരു ഐഡി ഉണ്ട്, ഞാൻ 1 കൊടുക്കുകയാണ്. ജസ്റ്റ് കുറച്ച് ഫീൽഡുകൾ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നെയിം കൊടുക്കുകയാണ്, ഞാൻ അലക്സ് എന്ന് കൊടുക്കുകയാണ്. പിന്നെ ഇമെയിൽ കൊടുക്കുകയാണ്, alex@gmail.com കൊടുക്കുകയാണ്. അതുകൂടാണ്ട് ഒരു സാധനം കൂടി എക്സ്ട്രാ കൊടുക്കുകയാണ്, ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ പാസ്വേഡ് 1 2 3 സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡാറ്റാബേസിനകത്ത് പാസ്വേഡ് ഇങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്യില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ ഡാറ്റാബേസിൽ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചു. അതായത് ഓരോ യൂസറിൻ്റെ ഇമെയിലും പാസ്വേഡും ഇങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പം ഇൻ കേസ് നമ്മുടെ ഡാറ്റാബേസ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് ഇത് പബ്ലിക് ഇൻ്റർനെറ്റിൽ എത്തിയെന്നായിരിക്കാം. അതായത് നമ്മുടെ ഡാറ്റാബേസ് എന്തായി, പുറത്തായി, ആളുകൾക്ക് കാണാൻ പറ്റാൻ തുടങ്ങി. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഓരോരുത്തർ ഉപയോഗിച്ച ഇമെയിലും അവരുപയോഗിച്ച പാസ്വേഡും കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഇയാൾ ഇതേ പാസ്വേഡ് ചിലപ്പം വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹാക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഐഡൻറ്റിഫൈ പറ്റും. അല്ലെങ്കിൽ ചില ആൾക്കാർ പാസ്വേഡ് ചില പാറ്റേൺ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പാസ്വേഡ് ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്യില്ല. നമ്മൾ കുറഞ്ഞത് ഒരു ഹാഷ് ആയിട്ടെങ്കിലാണ് സേവ് ചെയ്യുക. ഹാഷ് എന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡിനെ വേറെ രൂപത്തിലേക്ക് മാറ്റും. അതായത് നമുക്കിത് പാസ്വേഡ് എന്താണെന്ന് മനസ്സിലാവശ്യമെങ്കിൽ ഹാഷ് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഒരാൾ ആ പാസ്വേഡ് തന്നെ തന്നോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള സംഭവമാണ്, ക്രിപ്റ്റോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താ?
ഈ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു എൻഡ് പോയിന്റ് എല്ലാവർക്കും നേരെ ആക്സസ് കൊടുക്കരുത്. ലോഗിൻ ചെയ്ത യൂസറിന് മാത്രമേ ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ഒതൻറ്റിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ ലോഗിൻ ചെയ്താൽ മാത്രം ചില സാധനങ്ങൾ ആക്സസ് കൊടുക്കും. ആ ഒരു സംഭവം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡ് ടോക്കൺ ബേസ്ഡ് ആയിട്ട്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ JSON വെബ് ടോക്കൺസ് അല്ലെങ്കിൽ JWT ടോക്കൺസ് നമ്മൾ അതിനെ വിളിക്കും. അത് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ലോഗിൻ മെക്കാനിസം വേണം. ലോഗിൻ ചെയ്യാനുള്ളൊരു വകുപ്പ് വേണം. അത് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അത് ലോഗിൻ്റെ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി വെക്കുക. എന്താ വെച്ചാൽ ഒരു യൂസർ ഇമെയിലും പാസ്വേഡും തന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാനിവിടെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഇട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു യൂസറിനെയും കൂടെ കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് ജോന്ന് കൊടുക്കുക, ഇയാളുടെ പാസ്വേഡ് 456 എന്ന് കൊടുക്കുക. ഓക്കെ, ഡാറ്റാബേസ് കുറച്ചും കൂടെ ഒന്ന് വലുതായിക്കോട്ടെ. ഓക്കെ, എനിക്കത് എന്ത് ചെയ്യണം, ഒരു ലോഗിൻ മെക്കാനിസം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ലോഗിൻ മെക്കാനിസം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, പുതിയൊരു റൗട്ട് ഉണ്ടാക്കുകയാണ്. app.get അല്ല, app.post ആയിട്ട് ഒരു റൗട്ട്. ഓക്കെ, എന്നിട്ട് ഇതിൽ ലോഗിൻ ഉള്ള റൗട്ടാക്കാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് എൻഡ് നമുക്ക് എന്ത് തരും, ഒരു യൂസർ നെയിമും പാസ്വേഡും തരും. അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മൾ ഇമെയിലാണ് കൊടുത്തത്. ഒരു ഇമെയിലും പാസ്വേഡും വന്നിട്ട് ആ ഇമെയിലും പാസ്വേഡുള്ള യൂസറിനെ കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ടാണെന്ന് ചെയ്ത് നോക്കട്ടെ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന അറിയാവുന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കാം. ആദ്യം നമുക്ക് യൂസർ തന്ന യൂസർ നെയിം അഥവാ ഇമെയിലും പാസ്വേഡും എടുക്കണമെങ്കിൽ ഇമെയിലും പാസ്വേഡും ഇങ്ങോട്ട് എടുക്കാം. എവിടുന്ന് എടുക്കാം, request.body. അപ്പോൾ ഈ request.body വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ express.jsonയുടെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ പറഞ്ഞിട്ടൊരു പോസ്റ്റ് റിക്വസ്റ്റ് എൻഡ് പോയിന്റ് ഉണ്ടാക്കി. അതിൽ യൂസർ എന്ത് ചെയ്യും, ഒരു ഇമെയിലും പാസ്വേഡും നമ്മൾ റിക്വസ്റ്റിൻ്റെ ബോഡിയിൽ കൊടുക്കും, അതായത് JSON ആയിട്ട് കൊടുക്കും. അത് നമ്മളിങ്ങോട്ട് എടുത്തു. അവിടെ ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ app.useൽ express.json കൊടുത്തിരിക്കും. ഇത് കൊടുത്താൽ മാത്രമേ ഇങ്ങനെ request.body ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ തന്ന ഇമെയിലും പാസ്വേഡും ഉള്ള ഒരു യൂസർ ഈ യൂസേഴ്സിൽ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അറിയുന്ന എങ്ങനെ നോക്കാം, നമുക്ക് യൂസർ എന്നുള്ളൊരു വാരിയബിളിലേക്ക് എടുക്കാം. എങ്ങനെ, users.find. ഓക്കെ, ഈ ഫൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ യൂസറിനെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് യൂസറിൻ്റെ ഇമെയിലും ഇവിടെ തന്നിട്ടുള്ള ഇമെയിൽ ഈക്വൽ ആണോ, ഇത് കൂടാണ്ട് യൂസറിൻ്റെ പാസ്വേഡും ഇവിടെ തന്നിട്ടുള്ള പാസ്വേഡും ഈക്വൽ ആവുന്നത് യൂസറിന് കിട്ടണം. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ റിക്വസ്റ്റിനകത്ത് ബോഡിനകത്ത് ഇമെയിലും പാസ്വേഡും ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആ കിട്ടിയ ഇമെയിലും പാസ്വേഡും ഉള്ളൊരു യൂസറിനെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇൻ കേസ് അത് മാച്ച് ആവുന്ന ഒരാളില്ലാന്നുണ്ടെങ്കിൽ ഇത് എംപ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അത് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഫേക്കായിട്ടൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അറേ ഉണ്ടാക്കിയാണ്. നമ്മൾ പ്രൊഡക്ഷനിൽ ഇങ്ങനെയൊന്നുമല്ല ചെയ്യാം കേട്ടോ. പാസ്വേഡൊന്നും ഒരിക്കലും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്താണ്. എന്നിട്ട് നമുക്ക് ലോഗിന് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെക്കാനിസം ഉണ്ടാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് റിക്വസ്റ്റ് എൻഡ് പോയിന്റ്, അതായത് നമ്മളിപ്പം സാധാരണ ഫ്രണ്ട് എൻഡിലൊക്കെ ഒരു ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ ഇമെയിലും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുതന്നെയാണ് അവിടുന്ന് കിട്ടിയ ഇമെയിലും പാസ്വേഡും ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യും, നമ്മൾ ഈ എൻഡ് പോയിന്റിലേക്ക് തരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇമെയിലും പാസ്വേഡും ഇങ്ങോട്ട് പുറത്തെടുക്കുകയാണ്. പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ request.body ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ JSON അഥവാ express.json എന്നുള്ള ഈ മിഡിൽ വെയർ യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിത് കിട്ടില്ല. അങ്ങനെ കിട്ടിയ ഇമെയിലും പാസ്വേഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അറേക്കോട് ഇങ്ങനെ ചാടി പോയിട്ട് ആ ഇമെയിലും ആ പാസ്വേഡും മാച്ച് ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇനി അയാൾ ഇല്ലെങ്കിലോ, അഥവാ ഇത് നമ്മൾ പറഞ്ഞു ഇത് മാച്ചിങ് ആയാലും മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഇതിലേക്കൊരു യൂസറിന് കിട്ടുള്ളൂ. മാച്ചിങ് അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമുക്കൊരു സാധനം ചെയ്യണം, അഥവാ നോട്ട് യൂസർ ഇല്ലെങ്കിൽ, ഞാനിത് കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ഇവിടെ ഒതൻറ്റിക്കേഷനാണ്, ലോഗിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തിരിച്ചയക്കുകയാണ് എന്ത്, നമ്മളെ റെസ്പോൺസിന്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാറ്റസ് കോഡ് കൊടുക്കുന്നത് 401 401 എന്ന് വെച്ചാൽ ഒതൻറ്റിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പാസ്വേഡ് തെറ്റ്, യൂസർ നെയിം തെറ്റ്, ഇമെയിൽ തെറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ 401 എന്നുള്ള ആ ഒരു അൺഓതറൈസ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് കോഡാണ് കൊടുക്കുക. അത് കൊടുക്കും. അതിൻ്റെ കൂടെ അങ്ങനെ JSON എന്ത് ചെയ്യാണ്, ഒരു മെസ്സേജ് കൂടെ പാസ് ചെയ്യാണ്. ഓക്കെ, ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ലോഗിൻ സക്സസ് മാത്രം ജസ്റ്റ് കൊടുക്കാം കേട്ടോ.
എന്താ നടക്കണം നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സെർവർ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ തണ്ടർ ക്ലയൻറ്റ് പോയിട്ട് വർക്ക് ചെയ്ത് നോക്കാം. തണ്ടർ ക്ലയൻറ്റ് ഇവിടെ തുറന്നിട്ട് ഞാൻ പുതിയൊരു റിക്വസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മളെ ലോഗിൻ എന്നുള്ള എൻഡ് പോയിന്റിലാണ് പോസ്റ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ബോഡിനകത്ത് JSON ആയിട്ടാണ് കൊടുക്കേണ്ടത്. JSON ആയിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ഇമെയിലും ഞാൻ alex@gmail.com അതാണ് നമ്മളെ ഇമെയിൽ. പിന്നെ പാസ്വേഡ് 123. ഓക്കെ, ഞാൻ കൊടുത്തു നോക്കാണ്. റെസ്പോൺസ് 200 ഓക്കെ വന്നിട്ടുണ്ട്. ലോഗിൻ സക്സസ് എന്ന് വന്നിട്ടുണ്ട് മെസ്സേജ്. ഓക്കെ, ഇൻ കേസ് ഞാൻ പാസ്വേഡ് തെറ്റിച്ച് കൊടുത്തെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ 1234 എന്ന് കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ്. ഇതെങ്ങനെ വർക്ക് ചെയ്തത്? ഒന്നുമില്ല, നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം റിക്വസ്റ്റിൻ്റെ ബോഡിനകത്തുനിന്ന് അഥവാ JSON അകത്തുനിന്ന് ഇമെയിലിനെയും പാസ്വേഡിനെയും ഇങ്ങെടുത്തു. എന്നിട്ട് ആ ഇമെയിലും പാസ്വേഡും മാച്ചിങ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഈ അറേനകത്തുനിന്ന് കണ്ടുപിടിച്ചു. നമ്മൾ സാധാരണ ഇങ്ങനെയല്ല ചെയ്യുക. നമ്മൾ സാധാരണ ഡാറ്റാബേസിൽ ക്വറി കൊടുത്തിട്ട് ഇമെയിലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസർ എടുത്തിട്ട് ആ യൂസറിൻ്റെ പാസ്വേഡ് നമ്മൾ ഹാഷ് ആക്കിയിട്ട് ആ പാസ്വേഡിൻ്റെ ഹാഷും ഇവിടെ തന്ന പാസ്വേഡിൻ്റെ ഹാഷും രണ്ടും കമ്പയർ ചെയ്തിട്ട് സെയിം ആണെങ്കിൽ പാസ്വേഡ് സെയിം ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഇത്രയും കോംപ്ലക്സിറ്റി ഒന്നും വേണ്ടാന്നുള്ളൊരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? അറേനകത്ത് നേരെ കൊണ്ടുപോയിട്ട് പാസ്വേഡിന് ഇങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തത് നമ്മൾ പ്രൊഡക്ഷനിൽ കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ലോഗിൻ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോണിലാണെന്ന് വിചാരിച്ചു. ലോഗിൻ ചെയ്ത് പിന്നെ ഡാഷ്ബോർഡ് വർക്കാണ്, അല്ലെങ്കിൽ നമ്മളെ ഓർഡേഴ്സ് കാണാണ് ആമസോണിലാണെങ്കിൽ. അപ്പോൾ അവിടെ പിന്നെ ലോഗിൻ ചോദിക്കും. അഥവാ ഓരോ പേജ് പോകുമ്പോഴും അവിടെ ഒക്കെ ലോഗിൻ ചോദിക്കുക. പിന്നെ ഇല്ലല്ലോ, ലോഗിൻ എന്നുള്ള പ്രോസസ്സ് ഒറ്റ തവണ മാത്രം നമ്മൾ ചെയ്യണ്ടു. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് എൻഡ് പോയിന്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പല മെക്കാനിസംസ് ഉണ്ട്. അതിന് സെഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത് JWT ബേസ്ഡ് അല്ലെങ്കിൽ JSON വെബ് ടോക്കൺ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ യൂസർ നെയിമും അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ ഇമെയിലും പാസ്വേഡ് എടുത്തു. ആ ഒരു ഇമെയിലും പാസ്വേഡുള്ള യൂസറിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നം പറയും. ഓക്കെ, ഇനി ഉണ്ടെങ്കിലാണല്ലോ ഈ താഴത്തോട്ടേക്ക് പോരാം. ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടോക്കൺ നമ്മൾ ജനറേറ്റ് ചെയ്യും. നമ്മൾ വീഡിയോ ടൈറ്റിൽ പറയുന്നത് നമ്മൾ JSON വെബ് ടോക്കൺസ് ആണ്. അപ്പോൾ ടോക്കൺ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആ ടോക്കണിൻ്റെ പ്രത്യേകത, ആ ടോക്കൺ നമ്മൾ ക്ലയൻറ്റിന് അങ്ങോട്ട് കൊടുക്കും. നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് ലോഗിൻ സക്സസ് എന്ന് മെസ്സേജ് കൊടുത്തതിന് പകരം നമ്മൾ JSON ആയിട്ടൊരു ടോക്കണാണ് അങ്ങോട്ട് കൊടുക്കുക. ഈ ടോക്കണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഈ ഒതൻറ്റിക്കേഷൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇമെയിലും പാസ്വേഡും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ടോക്കൺ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അയാളുടെ ഇമെയിലും പാസ്വേഡും കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ആവശ്യമുള്ള സാധനങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരാളുടെ പ്രൊഫൈൽ കാണണമെങ്കിൽ ആ യൂസറിനെ മാത്രമേ കാണാൻ പാടുള്ളൂ. ആ യൂസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സാധനം കിട്ടണമെങ്കിൽ ആ യൂസറിനെ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ഒരു ടോക്കൺ ബേസ്ഡ് മെക്കാനിസം ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞാൽ യൂസറിന് ഒരു ടോക്കൺ അങ്ങോട്ട് അടിച്ചു കൊടുക്കും. ഓക്കെ, ആ ടോക്കണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ടോക്കൺ ക്ലയൻറ്റ് എവിടെയെങ്കിലും, അതായത് നമ്മുടെ ഫ്രണ്ട് എൻഡ് റിയാക്റ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കും. അത് ചിലപ്പം കുക്കീസിൽ സേവ് ചെയ്ത് വെക്കും, ചിലപ്പം ലോക്കൽ സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കും. അതെങ്ങനെയും സേവ് ചെയ്തോട്ടെ. ആ സേവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റിക്വസ്റ്റ് തരുമ്പോൾ ഫ്രണ്ട് എൻഡ് എന്ത് തരും? നമ്മൾ ആ ഒരു ടോക്കണും കൂടി നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഓരോ റിക്വസ്റ്റിനും യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനെ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെർവറിനൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് npm install JSON വെബ് ടോക്കൺ, അതായത് ഈ ഒരു പാക്കേജ് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് നോഡിൽ മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് ഇപ്പോൾ ജാങ്കോയിലടക്കം JWT ബേസ്ഡ് ആയിട്ടുള്ള ഒതൻറ്റിക്കേഷൻ മെക്കാനിസംസ് ഉണ്ട്. നമ്മൾ നോഡായതുകൊണ്ട് നോഡിനകത്ത് നമ്മൾ JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നമ്മൾ സെർവർ റൺ ചെയ്യാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലൈബ്രറിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഞാൻ കോൺസ്റ്റ് JWT എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് റിക്വയർ, ഇത് നമ്മളിപ്പോൾ വിളിച്ചത് JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് പേര് വലുതായതുകൊണ്ടാണ് ഞാൻ JWT എന്നുള്ള പേരായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു യൂസറിൻ്റെ ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടോക്കൺ അങ്ങോട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ആ ടോക്കൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ്
ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് കൊടുക്കുകയാണ്. നമ്മളെ JWT എന്ന് പറഞ്ഞിട്ട് നമ്മളെ ലൈബ്രറി ഉണ്ട്. അതിൽ നമ്മൾ സൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാം, സൈൻ. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കാണാം. അപ്പം നമ്മൾ എന്താണ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പോകണം. ജനറേറ്റ് ചെയ്യാൻ ഇവിടെ 2 കാര്യങ്ങൾ വേണം. ഒന്നൊരു പേലോഡ് വേണം, രണ്ടാമത്തത് ഒരു സീക്രട്ട് അല്ല പ്രൈവറ്റ് കീ എന്നാണ് പറയുന്നത്. അത് ആ 2 സാധനങ്ങൾ വേണം. അതായത് ഒരു പേലോഡും വേണം, ഒരു സീക്രട്ടും വേണം. അപ്പോൾ പേലോഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പേലോഡ് എന്താണെന്ന് വെച്ചാൽ ഒരു JSON വെബ് ടോക്കനകത്ത് നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ ഡാറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരുപാട് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക, പക്ഷേ അത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് നമ്മളെ യൂസറിൻ്റെ ID ഉണ്ടല്ലോ, അതായത് ഇവിടെ യൂസറിനെ കണ്ടുപിടിച്ച് യൂസറിൻ്റെ ID ഉണ്ടാവില്ലേ, ആ ID നമ്മൾ ആ ഒരു ടോക്കണിൻ്റെ ഉള്ളിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തിനാണെന്നല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു ഡാറ്റയാണ് ആ ടോക്കണിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, യൂസറിൻ്റെ ID കൊടുക്കുകയാണ്. ഞാനിവിടെ ID = ID കോളൻ, എന്നിട്ട് ഇവിടെ കണ്ടുപിടിച്ച യൂസറിൻ്റെ ID user.id കൊടുത്തു കഴിഞ്ഞാൽ ID കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു സൈനിന് 2 കാര്യങ്ങൾ വേണം, പേലോഡും വേണം, സീക്രട്ടും വേണം. സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ടോക്കണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ടായിട്ടുള്ളൊരു, ഇപ്പം സീക്രട്ട് എന്ന് വെച്ചാൽ നമുക്ക് പാസ്വേഡൊക്കെ നമ്മളൊരു സീക്രട്ട് അല്ലേ, അതേപോലെ തന്നെ നമ്മളെ ബാക്ക് എൻഡിന് മാത്രം അറിയാൻ പറ്റുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വേണം. ഓക്കെ, ഈ സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പുറത്തൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കും ഈ ടോക്കൺ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സീക്രട്ട് നമ്മൾ പുറത്ത് എവിടെയും പറയാൻ പാടില്ല. ഓക്കെ, ഞാൻ ടോപ്പ് സീക്രട്ട് എന്ന് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ജനറേറ്റഡ് സ്ട്രിങ് ഒക്കെ കൊടുക്കുക, തൽക്കാലത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുമില്ല, ലോഗിന് സക്സസ് ആയി കഴിഞ്ഞാൽ, അതായത് ഇമെയിലും പാസ്വേഡ് എടുത്തു, ആ ഇമെയിലും പാസ്വേഡ് മാച്ചിങ് ആയിട്ടുള്ള യൂസറിനെ കണ്ടുപിടിച്ചു, യൂസറിനെ കിട്ടിയിട്ടില്ല, ഇവിടെ വെച്ചിട്ട് റിട്ടേൺ അടിച്ച് പോയിട്ടുണ്ടാവും. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യാണ്. ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് JWT.sign എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു പേലോഡാണ്, ആ ടോക്കണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡാറ്റ സേവ് ചെയ്തെക്കാനാണ് പേലോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സീക്രട്ടാണ്. സീക്രട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ട്രിങ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ, ഇത് 2 കൊടുത്തു. ഇനി നമുക്ക് ഈ ടോക്കൺ നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് അയച്ചു കൊടുക്കാം. ഞാനിവിടെ സെൻഡ് ആയിട്ട് അയക്കുന്നതിന് പകരം ഞാൻ JSON ആയിട്ട് അയക്കാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ ഒരു മെസ്സേജ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ സക്സസ് എന്നെങ്ങാനും പറയാം. അത് കൂടാണ്ട് നമ്മൾ ടോക്കണെ കൂടെ നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് അയക്കുകയാണ്. ഓക്കെ, എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മൾ തണ്ടർക്ലൈനിലേക്ക് എത്താണ്. നമ്മളെ ലോഗിനിലേക്ക് ഒന്നുകൂടെ പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പാസ്വേഡ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. അതിന് കൂടെ ഒരു സ്ട്രിങ്, എന്തൊരു വിയേർഡ് ആയിട്ടുള്ള സ്ട്രിങ് വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ JWT ടോക്കൺ. ഓക്കെ, നമ്മൾ എന്താ ചെയ്തതൊന്നുമില്ല, നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ള മെക്കാനിസം ഉണ്ടാക്കിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഫേക്കായിട്ടൊരു ഡാറ്റാബേസ് മോഡലിലൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു അറയാണ്, പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇമെയിലും പാസ്വേഡും ബോഡീൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ ഇമെയിലും പാസ്വേഡും മാച്ചിങ് ആയിട്ടുള്ള ഒരു യൂസറിനെ കണ്ടുപിടിച്ചു. ആ യൂസർ ഇല്ലെങ്കിൽ എന്നതിൻ്റെ മീനിങ് എന്താ, ഒന്നുകിൽ പാസ്വേഡ് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 401 ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ്, അല്ലെങ്കിൽ ഇൻവാലിഡ് ഇമെയിൽ ഓർ പാസ്വേഡ് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫ്രണ്ട് എൻഡിന് കൊടുക്കുന്ന മെസ്സേജാണ്. ഫ്രണ്ട് എൻഡ് മേബി ചിലപ്പോൾ ഇതിനെ വേറെ രൂപത്തിൽ കാണിച്ചോളൂ, അതുകൊണ്ട് നമ്മളത് ബോധനാവേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂസർ ഇല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി യൂസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, ആ യൂസറിനൊരു ടോക്കൺ അടിച്ചു കൊടുത്തു. ഈ ടോക്കണിൻ്റെ പ്രത്യേകത, ഈ ടോക്കൺ ഒരു JWT ടോക്കണാണ്. അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പോൾ ടോക്കൺ ഉണ്ടായത് നമ്മൾ കണ്ടു. നമുക്കേ ഈ ടോക്കൺ ഉണ്ടായത് ശരിക്കും എന്താ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കോപ്പി ചെയ്യണേ. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ JWT ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ JWT.io എന്നുള്ള വരും. അപ്പോൾ അത് ഞാൻ തുറക്കുകയാണ്. അതിനകത്ത് ഇവിടെ എൻകോഡഡ് എന്നുള്ള സ്ഥലത്ത് നമ്മളെ JWT ടോക്കൺ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ പേലോഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച സാധനം ഉണ്ടല്ലോ, അതാണ് പേലോഡ്. ഓക്കെ, ആ പേലോഡിൽ നമ്മൾ ID1 എങ്ങനെ കിട്ടിയത്, നമ്മൾ ആ യൂസറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ID ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ jo@gmail.com, ജോൻ്റെ പാസ്വേഡ് 456 അല്ലേ, അതും കൊടുത്തു നോക്കുകയാണേ. എന്നിട്ട് ഞാൻ അപ്പം പുതിയൊരു ടോക്കൺ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്. കണ്ടോ, ID2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം എന്തോ കൈൻഡ് ഓഫ് ഒരു എൻകോഡഡ് ആയിട്ട്, അതായത് നമ്മളെ പേലോഡും പിന്നെ നമ്മുടെ സീക്രട്ടും ഒക്കെ എൻകോഡഡ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് വേണമെങ്കിൽ എനിക്ക് മാറ്റം വരുത്താം. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, ഒരാൾ ലോഗിൻ ചെയ്തെന്ന് വിചാരിച്ചു, അതായത് ജോ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ജോക്ക് കിട്ടിയ JWT ടോക്കൺ ഇതാണ്. അപ്പോൾ ജോ എന്ത് ചെയ്തു, ആ ടോക്കൺ കൊണ്ട് ഈ സൈറ്റിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ജോക്ക് കാണാൻ പറ്റിയ ID2 എന്നുള്ളത്. അപ്പോൾ ജോ എന്ത് ചെയ്തു, നല്ല ജോ ഒരു ഹാക്കറാണെന്ന് വിചാരിച്ചു. അപ്പോൾ ജോ 2 എന്നുള്ള ജോ ജസ്റ്റ് 1 നാട്ടി. അപ്പോൾ നമുക്ക് പുതിയൊരു ടോക്കൺ കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട്
നമ്മൾ യൂസറിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ടോക്കണിൻ്റെ ബേസിലാണ്. അപ്പം 1 എന്ന് കണ്ടാൽ അലക്സ് ആയിരുന്നു, 2 എന്ന് കണ്ടാൽ ജോ ആണ്. ജോ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തു? അവിടെ പോയിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് 2 എന്നുള്ള 1 ആക്കി. എന്നിട്ട് ടോക്കൺ മാറ്റി വെച്ചിട്ട് ജോ വിചാരിക്കുന്നത് എന്താ? എനിക്ക് അലക്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ 1-ാം നമ്പർ ID ഉള്ള ആളുടെ ഡീറ്റെയിൽസ് എനിക്ക് ആക്സസ് ചെയ്യാമെന്നാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ട് ഈ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 2ാമത്തെ പാരാമീറ്റർ വരുന്നത്. അതായത് ഈ ഒരു JWT ടോക്കൺ നമ്മളിവിടെ കാണാം സൈൻ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നു. സൈൻ എന്ന് വെച്ചാൽ ഒപ്പിട്ട് കൊടുക്കാന്നല്ലേ. അപ്പം ഒരു സീക്രട്ട് കൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കണേ, ഒരു സീക്രട്ട് കൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താം. പക്ഷേ അതിനെ സൈൻ ചെയ്യണ ഈ സീക്രട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സീക്രട്ടായിട്ട് വെക്കണം. ഇത് വേറൊരാൾക്ക് അറിയില്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ID മാറ്റിയിട്ട് ഇങ്ങോട്ട് ടോക്കൺ അയച്ചാൽ നമുക്കത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഫെയിലാകും. കാര്യം എന്താ? അവരുപയോഗിച്ച സീക്രട്ട് വേറെ ആയിരിക്കും, അവർക്ക് ഈ സീക്രട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്രിപ്റ്റോഗ്രഫിയിലെ ഒരു മെത്തഡാണ്, മാത്തമാറ്റിക്കൽ സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിക്കേണ്ടുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോഗിൻ ചെയ്ത യൂസറിന് ഒരു ടോക്കൺ അടിച്ചു കൊടുക്കും. ആ ടോക്കൺ വെച്ചിട്ടാണ് പിന്നെ യൂസർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോക്കൺ ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സീക്രട്ട് കൂടെ വേണം. സീക്രട്ട് ഇല്ലെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ സീക്രട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ JWT ടോക്കൺ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ സാധാരണ JWT ടോക്കണ് എക്സ്പയറി കൊടുക്കും. അതായത് നമുക്കറിയാം ചില സമയത്ത് നമ്മൾ ചില സാധനത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയും അല്ലേ. അപ്പോൾ അത് സെക്യൂരിറ്റീൻ്റെ പാർട്ടായിട്ടാണ്. അങ്ങനെ നമുക്ക് ടോക്കൺ റീഫ്രഷ് ചെയ്യേണ്ട മെത്തഡുകളുണ്ട്. അതുപോലെ തന്നെ റീഫ്രഷ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇപ്പോൾ അതിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട. എക്സ്പയറൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് എക്സ്പയർസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ 2 ആഴ്ചത്തേക്കാണെങ്കിൽ 14 ഡേയ്സ്, അതായത് 14 ദിവസത്തോളം ഈ ടോക്കൺ ഉപയോഗിക്കുക എന്നുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഞാൻ ജസ്റ്റ് ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നത് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? യൂസർ നെയിം അഥവാ ഇമെയിലും പാസ്വേഡും നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങി, എന്നിട്ട് ആ ഇമെയിലും പാസ്വേഡുള്ള യൂസറിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു യൂസർ ഇല്ലെങ്കിൽ 401 കൊടുത്തു, ഉണ്ടെങ്കിൽ അയാൾക്കൊരു ടോക്കൺ അടിച്ചു കൊടുത്തു. ഈ ടോക്കണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് ഇനി ഇയാൾക്ക് നമ്മൾ ഈ ഒരു ബാക്കെൻഡായിട്ട് ഏത് ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള എൻഡ് പോയിൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളിനി സെറ്റ് ചെയ്യാൻ പോകട്ടോ. അതായത് നമ്മൾ ഈ പ്രൊഫൈൽ എന്നുള്ള പേജിനെ നമ്മൾ ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള എൻഡ് പോയിൻ്റ് ആയിട്ട് മാറ്റാണ്. അതായത് ഈ ടോക്കൺ ഉള്ള ആൾക്ക് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രൊഫൈൽ എന്നുള്ള ഈ എൻഡ് പോയിൻ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറ്റാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മാറ്റാമെന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു JWT ടോക്കൺ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പ്രൊഫൈലിലേക്ക് പോവാം. പ്രൊഫൈൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആര് വന്നാലും പ്രൊഫൈൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒതൻറ്റിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ആര് വന്നാലും 200 ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഒതൻറ്റിക്കേഷൻ ഒന്ന് റിക്വയർഡ് ആക്കി കൊടുക്കാം. അതായത് നമ്മൾ പറഞ്ഞു നമ്മളെ ഈ ഹാൻഡലറിനകത്ത് റിക്വസ്റ്റും റെസ്പോൺസും 2 സാധനങ്ങളുണ്ട്. അതിൽ റിക്വസ്റ്റിൻ്റെ കൂടെ ഹെഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ലോഗ് ചെയ്യുകയാണെങ്കിൽ റിക്വസ്റ്റിൻ്റെ ഹെഡേഴ്സ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഞാനിവിടെ പ്രൊഫൈൽ വരുന്ന സമയത്ത് ഒന്ന് മേലെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മളെ സർവറിലേക്ക് എത്തിയ റിക്വസ്റ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള ഹെഡേഴ്സ്. ചില റിക്വസ്റ്റിനെ പറ്റിയുള്ള എക്സ്ട്രാ ഇൻഫർമേഷനാണ് നമ്മൾ ഹെഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹെഡേഴ്സിനകത്ത് യൂസറേജ് എന്ന് വെച്ചാൽ ഏതാ ബ്രൗസർ എന്നാണ്. ഇതിപ്പോൾ നമ്മൾ തണ്ടർ ക്ലൈൻറ്റിലായതുകൊണ്ട് തണ്ടർ ക്ലൈൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ മൊസില്ലാണെങ്കിൽ മൊസില്ല എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹെഡേഴ്സിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഉണ്ട്. ഓക്കെ, അതായത് റിക്വസ്റ്റിൽ നമുക്ക് ഹെഡേഴ്സിൽ ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഉണ്ട്. ഞാനത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൂടെ ഞാൻ ഓതറൈസേഷൻ ഒന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് താഴെ വന്നു നമ്മളിവിടെ വന്നിട്ട് ഒന്നുകൂടെ പ്രൊഫൈൽ കൊടുക്കുകയാണ്. അൺഡിഫൈൻഡ് ആണ്, ഒന്നും വന്നിട്ടില്ല. ഓതറൈസേഷൻ്റെ ഹെഡേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു യൂസറിൻ്റെ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് നമ്മളെ ഈ ഒരു എൻഡ് പോയിൻറ്റ് ലോഗിൻ എൻഡ് പോയിൻറ്റിൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് തരും? ഒരു ടോക്കൺ തരും. ഈ ടോക്കൺ നമുക്ക് ഇനി എല്ലാ റിക്വസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ എവിടെയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ റിക്വസ്റ്റിൻ്റെ കൂടെ നമ്മളിവിടെ ഓത് എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത് നമ്മൾ തണ്ടർ ക്ലൈൻറ്റിലായതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമാറ്റിക്കൽ അഥവാ റിയാക്റ്റിലോ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലോ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന HTTP ക്ലയൻറ്റിൻ്റെ കൂടെ കൊടുക്കും ഹെഡേഴ്സായിട്ട്. അതായത് ആക്സിയോസിനകത്ത് നമുക്ക് ഹെഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫെച്ച് തന്നെ ആണെങ്കിൽ അതിനകത്ത് ഹെഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓത് എന്നുള്ള ടാബിൽ പോകാം. എന്നിട്ട് ബെയറർ എന്നുള്ള ടാബിൽ പോയിട്ട് ഒരു ടോക്കൺ എൻട്രി ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ വരെ പ്രൊഫൈൽ എൻഡ് പോയിന്റിൽ നമ്മളിവിടെ
കൺസോൾ ലോഗ് റിക്വസ്റ്റ് ഹെഡേഴ്സിൽ ഓതറൈസേഷന് കൊടുത്തപ്പോൾ അൺഡിഫൈൻഡ് ആണ്, കാര്യം അതിനകത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒതൻറ്റിക്കേഷനിലെ ബെയർ ടോക്കൺ ആയിട്ട് നമുക്ക് നേരത്തെ ലോഗിൻ ചെയ്തപ്പോൾ കിട്ടിയ ടോക്കണെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് റിക്വസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ കണ്ടോ, ഓതറൈസേഷനിൽ ഒരു സാധനം വന്നിട്ടുണ്ട്, ബെയറർ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ആ ടോക്കൺ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഫൈൽ എൻഡ് പോയിന്റിനെ നമുക്ക് ഓതറൈസേഷൻ ആവശ്യമുള്ള, അതായത് ലോഗിൻ ചെയ്ത ആൾക്ക് മാത്രമേ ഈ സാധനം കാണാൻ പറ്റാവൂ എന്നുള്ളൊരു കണ്ടീഷനുള്ള എൻഡ് പോയിന്റ് ആയിട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഈഫ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈഫ് ഇതെന്ത് പറയാം, ഈ ഓതറൈസേഷൻ ഹെഡർ ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നോട്ട്. ഓക്കെ, അതായത് ഓതറൈസേഷൻ ഹെഡർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ res.status നമുക്ക് എന്ത് ചെയ്യാം, 401 കൊടുക്കാം. 401 വെച്ചാൽ അൺഓതറൈസ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് കോഡാണ്. എന്നിട്ട് അതിൽ JSON ആയിട്ട് നമുക്ക് പറയാം, മെസ്സേജ് ആയിട്ട് നോ ടോക്കൺ ഫൗണ്ട്. ടോക്കൺ ഇല്ലാത്തതാണ്, ഓതറൈസേഷനിൽ ടോക്കൺ ഇല്ലാത്തതുകൊണ്ടാണ് വന്നിട്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടോക്കൺ ഇല്ലാണ്ട് റിക്വസ്റ്റ് കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ കണ്ടോ 401 അൺഓതറൈസ്ഡ് മെസ്സേജിൽ നോ ടോക്കൺ ഫൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, പ്രൊഫൈൽ എൻഡ് പോയിന്റിൽ ഒരാൾ റിക്വസ്റ്റ് തരുന്ന സമയത്ത് ആദ്യം എന്താ നോക്കുന്നത്, അല്ലേ ഓതറൈസേഷൻ്റെ ഹെഡർ ഉണ്ടോ എന്നാണ്. ഇല്ലെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും, ടോക്കൺ ഇല്ലാന്ന് മറ്റോ 401 എന്നുള്ള ഒരു റെസ്പോൺസ് അങ്ങോട്ട് കൊടുക്കും. ഇനി ടോക്കൺ ഉണ്ട് എന്ന് വിചാരിച്ചു, അപ്പോൾ ആ ടോക്കൺ നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. ഓക്കെ, ടോക്കൺ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൺസോൾ ലോഗിൻ സമയത്ത് നമ്മൾ കണ്ടു ടോക്കൺ എങ്ങനെയുള്ളത്, ബെയറർ സ്പേസ് ഇട്ടിട്ട് അടുത്ത കഷ്ണത്തിലാണ് എന്നുള്ളത് ടോക്കൺ ഉള്ളത്, ബെയറർ സ്പേസ് അടുത്ത കഷ്ണത്തിൽ ടോക്കൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ടോക്കൺ എന്നുള്ളൊരു വേരിയബിളിലേക്ക് എടുക്കുകയാണെന്ന് വിചാരിച്ചു, കോൺസ്റ്റ് ടോക്കൺ എന്നുള്ള വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓതറൈസേഷൻ്റെ ഹെഡർ ഇങ്ങോട്ട് എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ടോക്കൺ ലോഗ് ചെയ്ത് നോക്കാം. ഇനി അവിടെ വന്നിട്ട് ബെയർ ടോക്കൺ കൊടുത്തു, വേണ്ട ബെയറർ സ്പേസ് എന്നിട്ട് ടോക്കണാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ടോക്കൺ മാത്രം കിട്ടണം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ബെയററിന് വരുന്നത് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ചില കൺവെൻഷൻസ് ആണ്. നമ്മൾ ഈ ഒരു ടോക്കൺ ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിൽ ബെയർ ടോക്കൺ എന്നുള്ളൊരു പേര് വിളിച്ചുകൊണ്ട് ബെയറർ എന്നുള്ളൊരു കൺവെൻഷൻ കൊടുക്കുന്നതാണ് മുമ്പിൽ ഇങ്ങനൊരു സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സാധനം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സ്ട്രിങ് ആണല്ലോ, ഇതൊരു വലിയ സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് നമുക്ക് സ്പേസ് വെച്ചിട്ട് 2 കഷ്ണാക്കിയിട്ട് മാറ്റാം, 2 സ്പ്ലിറ്റ് ആക്കിയിട്ട് മാറ്റാം. എങ്ങനെയാണ്, ഡോട്ട് സ്പ്ലിറ്റ് കൊടുത്തിട്ട് സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ റിക്വസ്റ്റ് കൊടുക്കാം. കണ്ടോ, ഇതൊരു കഷ്ണമായതുകൊണ്ട് തന്നെ ഇതൊരു അറേ ആയിട്ട് ആദ്യം ബെയറർ, രണ്ടാമത് ടോക്കൺ ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു അറേനകത്ത് 2 സാധനങ്ങളുണ്ട്. ഇത് 0th പൊസിഷൻ, ഇത് 1th പൊസിഷൻ. അപ്പം ഇതിൽ 1th പൊസിഷനിലെ ആളെ മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തത് ഇതിനകത്തുനിന്ന് 1th പൊസിഷനിലുള്ള മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോക്കൺ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു ടോക്കൺ മാത്രം കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ നേരത്തെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഇമെയിലും പാസ്വേഡും കിട്ടും. ആ ഇമെയിലും പാസ്വേഡും ഉള്ളൊരു യൂസർ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ആൾക്കൊരു ടോക്കൺ അടിച്ചങ്ങോട്ട് കൊടുക്കും. ആ ടോക്കൺ നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കും. ഓക്കെ, ഫ്രണ്ട് എൻഡാണ് പിന്നെ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇവിടെ സേവ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഫ്രണ്ട് എൻഡിൻ്റെ തീരുമാനമാണ്. അത് കഴിഞ്ഞിട്ട് ഒതൻറ്റിക്കേഷൻ ആവശ്യമുള്ള ഒരു എൻഡ് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ റിക്വസ്റ്റിൻ്റെ കൂടെ ഹെഡേഴ്സിനകത്ത് ഓതറൈസേഷൻ എന്ത് ചെയ്യും, ബെയറർ ടോക്കൺ ആയിട്ട് നമ്മൾ അവിടുന്ന് കിട്ടിയ ടോക്കൺ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തണ്ടർ ക്ലയൻറ്റിൽ ഒതൻറ്റിക്കേഷനിൽ പോയിട്ട് ബെയറർ ടോക്കൺ പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന HTTP ക്ലയൻറ്റ് ഏതാണ്, ആക്സിയോസ് ആണ്, അതിലൊക്കെ നമ്മൾ ടോക്കൺ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യാണ് ചെയ്യാം കേട്ടോ. നമ്മൾ ടോക്കൺ എടുത്തു. ഓക്കെ, ഇനി ഈ ടോക്കൺ എടുത്തിട്ട് നമുക്ക് ടോക്കൺ വെരിഫൈ ചെയ്യണം. നമ്മൾ പറഞ്ഞു ടോക്കൺ എന്ത് സംഭവിക്കാം, ടോക്കണിൽ ചേഞ്ച് വരുത്താം, ടോക്കണിലെ ആൾക്കാർ മാറ്റങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോക്കൺ നമ്മൾ അതിനകത്ത് നമ്മൾ പേലോഡിനെ അങ്ങോട്ട് എടുക്കുകയാണ്, അതായത് നമ്മൾ ആ യൂസറിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ടോക്കൺ സൈൻ ഇൻ സമയത്ത് അതിനകത്ത് ID ആയിട്ട് പേലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂസറിൻ്റെ ID. അപ്പോൾ ആ യൂസറിൻ്റെ ID നമുക്കിവിടെ എടുക്കുക. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, JWT എന്നുള്ള നേരത്തെ മൊഡ്യൂളിനെ അല്ലെങ്കിൽ പാക്കേജിനെ തന്നെ വിളിക്കുക. എന്നിട്ട് അതിൽ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനായിട്ട് വെരിഫൈയിൽ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ടോക്കണാണ്. നമ്മുടെ ടോക്കൺ എന്നുള്ള വേരിയബിൾ ഉണ്ട്. രണ്ടാമത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ സീക്രട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ടോക്കൺ സൈൻ ചെയ്യുന്ന സമയത്ത് സീക്രട്ട് വേണം. ആ സീക്രട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി അതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഒരു ഹാക്കറിന് ടോക്കണിൽ മോഡിഫൈ വരുത്തി കഴിഞ്ഞാലും നമുക്ക് ഈ വെരിഫിക്കേഷനിൽ അയാൾ കൊടുങ്ങും. അതിൻ്റെ റീസൺ എന്താ, അയാളുടെ കയ്യിൽ ഈ സീക്രട്ട് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ സീക്രട്ടാക്കി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ടോപ്പ് സീക്രട്ട് എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ വെരിഫൈ ചെയ്ത് ഞാനിവിടെ ഒന്ന് ലോഗ് ചെയ്യാണ്. ഞാൻ പേലോഡ് ലോഗ് ചെയ്യാണ്. ഇവിടെ ഗോട്ട് പേലോഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ മാറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് നമ്മൾ പ്രൊഫൈലിൽ ഒന്നും കൂടെ ഗെറ്റ് റിക്വസ്റ്റ് അടിക്കുകയാണ്. ഇപ്പം കണ്ടോ,
ഗോട്ട് പേലോഡ് ID2. അതായത് നമുക്ക് എന്ത് പറ്റി, നമ്മളെ JWT ടോക്കണ് നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ID ഉണ്ടല്ലോ, യൂസറിൻ്റെ ID, പേലോഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ച ID നമുക്ക് പുറത്തെടുക്കാൻ പറ്റി. ഇനി നമുക്ക് എന്താ, നമുക്ക് ഈ പേലോഡിൻ്റെ അകത്ത് നിന്ന് ID വെച്ചിട്ട് നമുക്ക് യൂസറിനെ കണ്ടുപിടിച്ചൂടെ. അതായത് കോൺസ്റ്റ് യൂസർ ഈക്വൽ ടു യൂസേഴ്സ് ഡോട്ട് ഫൈൻഡ്. അത് നമ്മൾ ഓരോ യൂസറിനെ ഇങ്ങനെ ചാടി പോയിട്ട് ഈ ID ഉള്ള യൂസർ ഏതാണെന്നുള്ളത് നോക്കിയാൽ പോരെ. യൂസർ ഡോട്ട് ID ഈക്വൽ ടു പേലോഡ് ഡോട്ട് ID. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് യൂസറാണ് ലോഗിൻ ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ ഇവിടെ യൂസറിനെ ഒന്ന് ലോഗ് ചെയ്ത് തരാം, കൺസോൾ ലോഗ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ജോൻ്റെ എന്താണ് JWT ടോക്കൺ ആണ് തന്നെ ഇത് ജോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തൊന്നുമില്ല, നമ്മളെ ഹെഡേഴ്സിനകത്തുനിന്ന് ടോക്കൺ ഇങ്ങോട്ട് എടുത്തു. ടോക്കൺ ഇങ്ങോട്ട് എടുക്കുക എങ്ങനെയാണ്, റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സിൽ ഓതറൈസേഷൻ എന്നിട്ടുള്ള ഹെഡറിനകത്താണ് ടോക്കൺ ഉണ്ടാവുക. അത് തന്നെ ബെയറിന് സ്പേസ് ഇട്ടിട്ട് അടുത്തതാണ് ടോക്കൺ. അപ്പോൾ ആ സ്പേസിന് വെച്ച് മുറിച്ചിട്ട് അതിൽ രണ്ടാമത്തെ കഷ്ണത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടാം. എന്നിട്ട് ആ ടോക്കൺ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി JWT ഡോട്ട് വെരിഫൈ ഉണ്ട്. ഈ വെരിഫൈ എന്തിനാണെന്ന് വെച്ചാൽ ഈ വെരിഫൈ കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് പറ്റുള്ളൂ, നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ വെരിഫൈ ചെയ്തതിനകത്ത് പേലോഡ് എടുത്തു കഴിഞ്ഞാൽ ആ പേലോഡിനകത്ത് നമ്മൾ നേരത്തെ സൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിലുണ്ടാവും. അപ്പോൾ ID അതിനകത്തുണ്ട്. അങ്ങനെ ആ ഒരു ID ഉള്ള യൂസറിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ ഈ JWT ടോക്കണ് ഈ JWTൻ്റെ ഇതിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ ID എന്താക്കാണ്, 1 ആക്കാണെന്ന് വിചാരിച്ചു. ഇയാൾ 1 ആക്കി. എന്നിട്ട് ഇയാളത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇയാൾ വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നുള്ള യൂസർ ID ഉള്ള ആളെ കിട്ടും. അതായത് നമ്മുടെ കേസിൽ 1 അലക്സ് ആണ്, അലക്സ് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് നോക്കണം, ആ മോഡിഫൈ ചെയ്ത് വെച്ചിട്ട് സെൻഡ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ തന്നെ എറർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ JWT ടോക്കണിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് മോഡിഫിക്കേഷൻ മാത്രം പറ്റില്ല, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, സീക്രട്ട് കൂടെ നമുക്ക് വേണം. അതായത് ഈ ഹാക്കറിന് ഈ സീക്രട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എറർ അടിച്ച എന്താണെന്ന് വെച്ചാൽ JWTൻ്റെ ഈ ഒരു കോഡിൻ്റെ പാർട്ടിൽ എപ്പോൾ വേണമെങ്കിലും എറർ അടിക്കാം. അപ്പോൾ ഇത് എറർ അടിക്കാമെന്നുള്ള ചാൻസിലുണ്ടാണ് ഞാൻ എന്താണ് ഇതിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇടാണ്, ഇങ്ങനെ കൊടുക്കാം, എറർ എടുക്കട്ടെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, റിട്ടേൺ res ഡോട്ട് സ്റ്റാറ്റസ് 401 കൊടുക്കാം. എന്നിട്ട് JSON ആയിട്ട് മെസ്സേജിൽ ഇൻവാലിഡ് ടോക്കൺ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ എറർ ഹാൻഡ്ലിങ് കുറച്ചും കൂടെ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്ത് ചെയ്തു, നമ്മൾ മോഡിഫൈ ചെയ്ത ടോക്കൺ വെച്ചിട്ട് റിക്വസ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ അൺഓതറൈസ്ഡ് ആണ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്, ഇൻവാലിഡ് ടോക്കൺ ആയിട്ട്. അപ്പോൾ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, JWT ടോക്കൺ മാറ്റാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലേക്കായി. അതിൻ്റെ റീസൺ എന്താ, റീസൺ എന്ന് വെച്ചാൽ നമ്മൾ JWT ടോക്കൺ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സീക്രട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ സീക്രട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്നും കൂടെ ലോഗിന് കൊടുക്കുകയാണ്. ഓക്കെ, ലോഗിന് കൊടുത്തു. അതായത് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തത്, ലോഗിനകത്ത് നമ്മൾ gmail.com 456 കൊടുത്തിട്ടുണ്ട്. അപ്പം ജോക്ക് എന്ന് ഇട്ടിട്ടുണ്ട്, ഒരു JWT ടോക്കൺ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ പ്രൊഫൈലിൽ പോയിട്ട് ഈ ടോക്കൺ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എറർ വന്നത് ഈ കൺസോൾ ലോഗ് ഇതിനകത്തായി പോയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ തന്നെ കൊടുക്കുകയാണ്. എല്ലാം ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ കൊടുക്കണം, എന്നോട് വിട്ടുപോയതാണ്. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റിൽ പ്രൊഫൈൽ കൊടുക്കുകയാണ്. അപ്പോൾ താഴത്തെ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ജോന വന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസ്പോൺസിൽ എന്തുണ്ട്, പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ട് 200 ആണ്. അതായത് നമ്മൾ JWT ടോക്കൺ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ എൻഡ് പോയിന്റിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താവുന്നില്ല, നമ്മൾ പ്രൊഫൈൽ എൻഡ് പോയിന്റിൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ടോക്കൺ ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നോ ടോക്കൺ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് 401 കൊടുക്കും. ടോക്കൺ ഉണ്ടെങ്കിൽ ആ ടോക്കൺ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് ആ ടോക്കൺ നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ ഈ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. JWT ടോക്കണിൽ ആർക്കും മാറ്റം വരുത്താൻ പറ്റില്ല. മാറ്റം വരുത്തണമെങ്കിൽ നമ്മളുടെ സൈൻ ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഈ സീക്രട്ട് തന്നെ വേണം. ആ സീക്രട്ട് കിട്ടിയാൽ മാത്രം അവർക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ആ ടോക്കണകത്ത് നമ്മൾ പേലോഡായിട്ട് കൊടുത്ത ID ആണ്. അപ്പോൾ ആ ID ഉള്ള യൂസറിനെ നമ്മളിങ്ങോട്ട് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കൺസോൾ ലോഗിയാണ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇത് കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഒതൻറ്റിക്കേഷൻ്റെ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് മിഡിൽ വെയർ ആക്കി മാറ്റാം. അതായത് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒരു മിഡിൽ വെയറിനകത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ സാധനങ്ങൾ മൊത്തം ഇങ്ങോട്ട് എടുക്കണം. തൽക്കാലത്തേക്ക് ഇതിനകത്തുള്ള മൊത്തം സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു മിഡിൽ വെയർസ് എന്നുള്ള ഫോൾഡർ ഉണ്ടാക്കാം.
ഇതിൽ ഞാൻ ഒതൻറ്റിക്കേഷൻ്റെ ഒരു മിഡിൽ വെയർ ഒതൻറ്റിക്കേഷൻ ഡോട്ട് മിഡിൽ വെയർ ഡോട്ട് JS എന്നിട്ടൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ആ ഫയലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ് ഒതൻറ്റിക്കേഷൻ എന്നായിട്ട്. ഓക്കെ, ഒതൻറ്റിക്കേഷൻ. ഓക്കെ, എന്നിട്ട് മിഡിൽ വെയർ ആണ് തന്നെ റിക്വസ്റ്റും റെസ്പോൺസും നെക്സ്റ്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ബാക്കി പ്രോസസ്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ കോഡ് അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സിൽ ഓതറൈസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, മെസ്സേജ് നോ ടോക്കൺ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടോക്കൺ എടുത്തു. എന്നിട്ട് ആ ടോക്കൺ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് JWT ഡോട്ട് വെരിഫൈ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ JWT നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ആദ്യം അത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റ് JWT ഈക്വൽ ടു ചെയ്യാം, നമ്മൾ റിക്വയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞാൽ JWT ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ JWT എടുത്തു. ഇനി അടുത്തത് യൂസേഴ്സ് എന്നുള്ള ഈ ഒരു അറയാണ്. ഓക്കെ, ഈ ഒരു അറേനെ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡാറ്റാബേസിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൂടെ കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ യൂസേഴ്സിന് എടുത്തു. പിന്നെ ഇവിടെ കൺസോൾ ലോഗ് യൂസറും ഇവിടെ റെസ്പോൺസ് അയക്കുന്നതൊക്കെ അപ്പുറത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക, നമ്മളിവിടെ റിക്വസ്റ്റിൻ്റെ കൂടെ ഒരു പുതിയ പ്രോപ്പർട്ടി കൂടെ ഉണ്ടാക്കുകയാണ്, ഡോട്ട് യൂസർ എന്നുള്ള പ്രോപ്പർട്ടി. ഇതിലെന്ത് ചെയ്യാം, നമ്മൾ ഈ യൂസർ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്സ്റ്റിനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെ നമ്മൾ ഒരു ഇതെന്താ, ഒരു മിഡിൽ വെയർ അല്ലേ, മിഡിൽ വെയറിൽ എല്ലാ പണിയും കഴിഞ്ഞ അവസാനത്തിൽ നമ്മൾ നെക്സ്റ്റിനെ കോൾ ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നടന്നെന്നുള്ളത് ഷോർട്ടായിട്ട് പറയാം. നമ്മൾ നേരത്തെ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൊഫൈലിലെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, ഇവിടെ ഈ പ്രൊഫൈലിലെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെയ്ത ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു മിഡിൽ വെയർ ആക്കി കൺവേർട്ട് ചെയ്യുക ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഇവിടെ RES ഡോട്ട് തൽക്കാലത്തേക്ക് പ്രൊഫൈലിൽ തന്നെ കൊടുക്കാം. ഇനി നമുക്ക് മാറ്റാം കേട്ടോ, പ്രൊഫൈലിൽ തന്നെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മളിത് നേരെ കൊടുത്താൽ മതി. നമ്മളിത് ആ ചെയ്തിട്ടുള്ള ലോജിക്ക് മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മിഡിൽ വെയർ ആക്കി മാറ്റുക ചെയ്ത്. എങ്ങനെ ചെയ്തേ, റിക്വസ്റ്റിൽ ഓതറൈസേഷൻ്റെ ഹെഡർ ഇല്ലെങ്കിൽ 401 എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിലാണ് ബാക്കി കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ ടോക്കൺ ഇങ്ങോട്ട് എടുക്കും. ടോക്കൺ എടുക്കുന്നത് ഓതറൈസേഷൻ എന്നുള്ള ഹെഡറിനകത്ത് വേറൊരു സ്പേസ് ടോക്കൺ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പേസിന് വെച്ചിട്ട് മുറിച്ചിട്ട് ഒന്നാമത്തെ കഷ്ണം വെച്ചാൽ 01, രണ്ടാമത്തെ കഷ്ണം ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ആ കഷ്ണം വെച്ചിട്ട് JWT ഡോട്ട് വെരിഫൈ എന്നുള്ള ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുക, ടോക്കൺ എടുക്കും, സീക്രറ്റിന് എടുക്കുന്നതിന് ടോക്കൺ ഡീകോഡ് തരും. ഇത് അഥവാ ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മീൻസ് ടോക്കണിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം അവർക്ക് സീക്രട്ട് അറിയില്ലല്ലോ. അപ്പോൾ ഇത് എറർ അടിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാച്ച് എറർ കൊടുത്തത്. ഓക്കെ, ഇതിൽ എന്ത് എറർ അടിച്ച് കഴിഞ്ഞാലും നമ്മൾ 401 കൊടുക്കുക, ഇൻവാലിഡ് ടോക്കൺ ആയിട്ട് കൊടുക്കാം. ഈ ടോക്കൺ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്കണിനകത്ത് നമ്മൾ സൈൻ ചെയ്ത് വെച്ചാൽ എന്താണ്, യൂസറിൻ്റെ ID ആണ്. അപ്പോൾ ആ ID ഉള്ള യൂസറിനെ കണ്ടുപിടിച്ചിട്ട് അത് റിക്വസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് റിക്വസ്റ്റിൻ്റെ കൂടെ അതും കൂടെ ഫിറ്റാക്കി കൊടുക്കും. അപ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ ഇനി നമുക്കിതിനെ ഈ ഒരു ഫയലിന് പുറത്തേക്ക് കൊടുക്കാം, മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഒതൻറ്റിക്കേഷൻ വേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ മിഡിൽ വെയറിന് ഉപയോഗിക്കാം. അതായത് ഞാനിവിടെ എന്ത് ചെയ്യാണ്, റിക്വയർ മിഡിൽ വെയർസ് ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയർ എന്നിട്ട് കോമ ഇട്ടിട്ട് ബാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഈ ഒരു റൗട്ട് വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം ഈ മിഡിൽ വെയർ വർക്കായിട്ടേ ഈ സാധനം വർക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ വെയറിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒതൻറ്റിക്കേഷൻ്റെ ഹെഡർ ഇല്ല അപ്പോൾ തന്നെ 401 അടിക്കും. ഈ ഹെഡർ ഉണ്ടെങ്കിൽ ആ ടോക്കൺ വെരിഫൈ ചെയ്തിട്ട് ആ ടോക്കൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസറിനെ റിക്വസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വിടും. ഓക്കെ, നമുക്ക് നോക്കാം നടക്കണുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം ജസ്റ്റ് പ്രൊഫൈലിൽ ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണേ. 401 ആണ് ഓതറൈസ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലിനകത്ത് എവിടെയും വേറെ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനെ 401 കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു ഒതൻറ്റിക്കേഷൻ്റെ മിഡിൽ വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മിഡിൽ വെയർ എന്താ ചെയ്യുന്നത്, ഓതറൈസേഷൻ്റെ ഹെഡർ ഇല്ലേ അപ്പോൾ തന്നെ 401 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡർ കൊടുക്കുകയാണ്. ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 200 ഓക്കെ റെസ്പോൺസ് എന്ത് പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണത്, നമ്മൾ ഇതിൻ്റെ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയറിൽ ആ ഒരു ഹെഡർ ഉണ്ടെങ്കിൽ ആ ഹെഡറിനകത്ത് നമ്മൾ ടോക്കൺ എടുത്തു, ടോക്കൺ നമ്മൾ വെരിഫൈ ചെയ്തു, എന്നിട്ട് ആ ടോക്കണിനകത്ത് നമ്മളൊരു ID പേലോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ID കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസറിനെ കണ്ടുപിടിച്ചു. ആ യൂസറിനെ നമ്മൾ റിക്വസ്റ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഇതെന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വിളിച്ചു. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനിയിപ്പം ഇവിടെ പ്രൊഫൈൽ ഇങ്ങനെ അയക്കുന്നതിന് പകരം ഞാൻ എന്താണ് RES ഡോട്ട് JSON എന്നിട്ട് ഇതിൽ നമുക്ക് എന്ത് കിട്ടണം, യൂസറിൻ്റെ നെയിം കിട്ടണം. ഓക്കെ, നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് നെയിം
റിക്വസ്റ്റിൻ്റെ കൂടെ എങ്ങനെ യൂസർ വന്നു? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മിഡിൽ വെയറിനകത്ത് നമ്മൾ ആ യൂസറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ യൂസറിന് റിക്വസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് റിക്വസ്റ്റിൻ്റെ കൂടെ ആ യൂസറിനെ കിട്ടും. അപ്പോൾ അത് ഓട്ടോ കംപ്ലീഷനിൽ വരില്ല, കാര്യം നമ്മൾ ആ മിഡിൽ വെയറിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇമെയിലും എനിക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഇമെയിൽ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടോ 200 വന്നിട്ടുണ്ട്. അതായത് ജോ ആണ് ലോഗിൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ ജോൻ്റെ പ്രൊഫൈലാണ് കിട്ടുന്നത്, ജോൻ്റെ നെയിമും ജോൻ്റെ ഇമെയിലും. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ലോഗിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ജോ മാറ്റിയിട്ട് അലക്സ് ആക്കുകയാണ്. അലക്സിൻ്റെ പേരും അലക്സിൻ്റെ ഇമെയിലും അലക്സിൻ്റെ പാസ്വേഡും കൊടുത്ത് ഞാൻ സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, അലക്സിൻ്റെ ടോക്കൺ കിട്ടും. ഇവിടെ കണ്ടോ ടോക്കൺ അലക്സിൻ്റെ കിട്ടി. ഇനി അലക്സിൻ്റെ ടോക്കൺ ഞാൻ വെച്ചിട്ട് ഞാനിവിടെ നമ്മളെ പ്രൊഫൈൽ എൻ പോയിന്റ് പോയിട്ട് ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അലക്സിൻ്റെ പ്രൊഫൈൽ ഇട്ടു. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് ഒന്നും കൂടെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്തു, ലോഗിൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താണ്. ശരിക്കും ഇങ്ങനെയൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 2 യൂസറിനെ ജസ്റ്റ് സാമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചാണ്. യൂസറിൻ്റെ നെയിം, ഇമെയിൽ, പാസ്വേഡ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സേവ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ID നമ്മൾ കൊടുത്ത യൂസറിനൊന്ന് ഐഡൻറ്റിഫൈ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ലോഗിൻ്റെ പോസ്റ്റ് റിക്വസ്റ്റ് വരുന്ന ഒരു എൻ പോയിന്റ് സെറ്റാക്കി. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, റിക്വസ്റ്റിൻ്റെ ബോർഡിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇമെയിലും പാസ്വേഡ് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ആ ഇമെയിലും പാസ്വേഡുള്ള യൂസറിനെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു യൂസർ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ 401 അങ്ങനെ ഒരു യൂസർ ഇല്ല, അതായത് നിങ്ങൾ ഇമെയിലോ പാസ്വേഡോ തെറ്റാണെന്നുള്ളത് പറഞ്ഞു. ഇനി യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിന് ഒരു ടോക്കൺ അടിച്ച് കൊടുക്കും, JWT ടോക്കൺ അടിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ടോക്കണിനകത്ത് നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന് ടോക്കണിൻ്റെ പേലോഡാണ്, ടോക്കണിൻ്റെ ഉള്ളിൽ എന്ത് വേണമെന്നുള്ളത്, ഡാറ്റ ആയിട്ട് എന്ത് വേണമെന്നുള്ളത്. ഡാറ്റ നമ്മൾ ചെറിയ സാധനങ്ങളെ കൊടുക്കുള്ളൂ. അതുകൂടാണ്ട് ഒരു സീക്രട്ട്. ഈ സീക്രട്ട് നമ്മൾ സീക്രട്ട് ആയിട്ട് നോക്കണം. ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ JWT ടോക്കൺ മോഡിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ റെസ്പോൺസ് ആയിട്ട് കിട്ടുന്ന ടോക്കൺ ഹാൻഡിൽ ചെയ്യേണ്ട പരിപാടി ഫ്രണ്ട് എൻഡാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി എന്താ സുഖം, ഇനി നമുക്ക് ഏത് എൻ പോയിന്റ് വേണമെങ്കിലും ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള എൻ പോയിന്റ് ആക്കി മാറ്റാം. എന്ത് ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ട് ഒരു മിഡിൽ വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയർ. ഈ മിഡിൽ വെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മിഡിൽ വെയറിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഒതൻറ്റിക്കേഷൻ റിക്വയർഡ് ആയിട്ടുള്ള ഹെഡേഴ്സ് ഉണ്ട്. അതായത് ഹെഡേഴ്സിൽ ഓതറൈസേഷൻ ഹെഡർ ഉണ്ടോ എന്ന് ചെക്ക്, ഇല്ലെങ്കിൽ അപ്പം തന്നെ 401 അടിക്കും. ഇനി ഉണ്ടെങ്കിൽ ആ ഒരു ഹെഡറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ടോക്കൺ വേർതിരിച്ചെടുക്കുകയാണ്. ടോക്കൺ എങ്ങനെ ഉണ്ടാവുക, ബെയറർ സ്പേസ് ബെയറർ ടോക്കൺ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ടോക്കൺ എടുത്തു. എന്നിട്ട് ആ ടോക്കൺ നമ്മൾ വെരിഫൈ ചെയ്യാണ്. JWT ഡോട്ട് വെരിഫൈ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സീക്രട്ട് വേണം. എന്നിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ തിരിച്ച് കിട്ടുക, പേലോഡാണ് തിരിച്ച് കിട്ടുക. അതായത് ആ ടോക്കണിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ച സാധനം, അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ID മാത്രമാണ്. അപ്പോൾ പേലോഡിലെ ID എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ സേവ് ചെയ്ത് വെച്ച ID ആയിരിക്കും. അപ്പോൾ ആ ID ഉള്ള യൂസറിനെ കണ്ടുപിടിച്ചിട്ട് ആ യൂസറിനെ എന്ത് ചെയ്യും, നമ്മൾ റിക്വസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഈ ഒരു മിഡിൽ വെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഇത് എവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ലോഗ്ഡ് ഇൻ ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ ആൾ നമ്മൾ എന്ത് ചെയ്യും, റിക്വസ്റ്റോട് യൂസറിനായിട്ട് കിട്ടും. ഇനി ലോഗ്ഡ് ഇൻ ആയിട്ടുള്ള ആളില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് 401 അടിക്കും, അതായത് ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഏത് എൻ പോയിന്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇനി ആ ഒരു ലോഗിൻ റിക്വയർഡ് ആക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊന്ന് താഴത്ത് കൊണ്ടുപോയി വെക്കാണ്, ഇവിടെ കൊണ്ടുപോയി വെക്കാണ്, കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വന്നു, എന്നിട്ട് ഞാൻ നമ്മുടെ റിക്വസ്റ്റിൽ പ്രൊഫൈലിന് പകരം നമ്മളിവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു, ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒരു സാധാ പബ്ലിക് ആയിട്ടുള്ള ഒരു എൻ പോയിൻ്റ് ആണ്. നമ്മൾ ലോഗിൻ റിക്വയർഡ് ആയിട്ടുള്ള എൻ പോയിൻ്റ് എങ്ങനെ ആക്കാം, ഒന്നുമില്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിഡിൽ വെയറിന് എടുത്ത് ഇതിൻ്റെ നടുവിൽ അങ്ങോട്ട് കൊടുത്താൽ മതി. റിക്വയറിനകത്ത് കോഴ്സിനകത്ത് മിഡിൽ വെയർസിൽ ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയർ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അൺഓതറൈസ് കിട്ടും. കാര്യം എന്താ, നമ്മൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വർക്ക് ആവണമെങ്കിൽ, അതായത് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയർ വർക്ക് ആവണം. ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയറിൽ നമ്മൾ ഓതറൈസേഷൻ എറർ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇല്ലെങ്കിൽ അപ്പം തന്നെ എറർ അടിക്കും. അപ്പോൾ നമ്മളിതിലില്ല. അപ്പോൾ നമ്മളിതിൽ ഇനി കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, വേറെ ടോക്കണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഹലോ വേൾഡ് കറക്റ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒതൻറ്റിക്കേഷൻ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ കുറേ വേരിയേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് യൂസറിൻ്റെ കറസ്പോണ്ടിങ് പെർമിഷൻ ബേസിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടോക്കൺ എക്സ്പയർ ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ട് അത് റീഫ്രഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ മെക്കാനിസംസ് ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും ബേസിക് ആയിട്ട് ഇതെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ ഒന്നും മനസ്സിലാവില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഒതൻറ്റിക്കേഷൻ മെക്കാനിസം കേട്ടോ. അപ്പോൾ ഇതിൽ സെക്യൂരിറ്റീൻ്റെ സൈഡ് കുറേ സാധനങ്ങളിലും ബെസ്റ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡാറ്റാബേസ് പഠിച്ചതിന് ശേഷം അത് പഠിക്കാം കേട്ടോ. ഓക്കെ.